ഇപ്പോൾ ഓസ്ട്രേലിയയിലെ മലയാളികൾ വായിക്കുന്ന ഒരു പ്രസിദ്ധീകരണമാണ് ഈ മലയാള പത്രം. അപ്പം ഇതുവരെ അത് ഓസ്ട്രേലിയയിലുള്ളവരാണ് വായിച്ചിരുന്നത്. ഇനി അങ്ങോട്ടത് ലോകം മുഴുവനുള്ള മലയാളികൾ വായിക്കാൻ പോവുകയാണ്. കാരണം ഈ ഒരു പ്രസിദ്ധീകരണത്തിന് ഒരു ഡിജിറ്റൽ രൂപം ഉണ്ടായി വരികയാണ്. അപ്പം അതിൻ്റെ ഒരു ലോഞ്ച് കർമ്മമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇതോടെ എല്ലാവർക്കും, ഞാനിപ്പോൾ പറഞ്ഞതുപോലെ എല്ലാവർക്കും ഈ ഒരു പ്രസിദ്ധീകരണം വായിക്കാനുള്ള അവസരമുണ്ടാകും. അപ്പം ഇതുവരെ ഓസ്ട്രേലിയയിൽ ഇരുന്നുകൊണ്ട് ഈ പത്രം കേരളത്തിലേക്ക് കാതോർക്കുകയായിരുന്നു. കേരളത്തിൻ്റെ ഹൃദയമിടിപ്പുകൾ തിരിച്ചറിഞ്ഞിരുന്നവർ. അത് തന്നെയാണ് ഈ ഒരു പ്രസിദ്ധീകരണത്തിൻ്റെ ഒരു പ്രത്യേകത. 15 വർഷമായിട്ടത് തുടർച്ചയായി പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഇനി അങ്ങോട്ട് കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ എല്ലാ പ്രസിദ്ധീകരണങ്ങൾക്കും ഉണ്ടായി വരുന്നുണ്ട്. അച്ചടി മഷി പുരണ്ട പ്രസിദ്ധീകരണം മാത്രമല്ല, ഡിജിറ്റൽ രൂപങ്ങളും കൂടുതൽ ആളുകളിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അപ്പം അങ്ങനെ കാലാനുസൃതമായ മാറ്റം ഈ ഒരു പ്രസിദ്ധീകരണവും ഉൾക്കൊള്ളുകയാണ്. അപ്പോൾ ഈ ഒരു സംരംഭത്തിന് ഞാൻ എല്ലാ തരത്തിലുള്ള ആശംസകളും നേരുന്നു. ലോകത്തെല്ലാ ഭാഗങ്ങളിലുമുള്ള മലയാളികൾ ഈ പ്രസിദ്ധീകരണം, മലയാളി പത്രം വായിക്കട്ടെ. ആശംസകൾ.